അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ നിലവിൽ കാര്യമായ ഇടിവ് നേരിടുന്നു. പ്രധാനമായും നിയമപരമായ വെല്ലുവിളികളും കോംപ്ലോമറേറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള അഴിമതികളും കാരണം. ഈ പ്രതിസന്ധിയുടെ കേന്ദ്രത്തിലെ ഒരു പ്രധാന പ്രശ്നം അദാനി ഗ്രൂപ്പ് ഉൾപ്പെട്ട $265 മില്യൺ കൈക്കൂലി അഴിമതിയാണ്. ഈ വിവാദം ഗ്രൂപ്പിന്റെ പ്രശസ്തിയെ സാരമായി ബാധിച്ചു. ഇത് അതിന്റെ സ്റ്റോക്ക് വിലയിൽ ഇടിവിന് കാരണമായി. നിയമപരമായി അമേരിക്കൻ അധികാരികൾ കൈക്കൂലി ആരോപണവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഈ സംഭവവികാസങ്ങൾ കമ്പനിയുടെ പ്രവർത്തനങ്ങളിലും ഭരണരീതികളിലും കൂടുതൽ സൂക്ഷ്മപരിശോധനയ്ക്ക് കാരണമായി. തൽഫലമായി അദാനി ഗ്രീൻ എനർജി, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി എന്റർപ്രൈസസ് തുടങ്ങിയ പ്രധാന കമ്പനികൾ ഉൾപ്പെടെ അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തി. ചില ഓഹരികൾ ഭാഗികമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞെങ്കിലും തുടക്കത്തിൽ കനത്ത നഷ്ടം നേരിട്ടു. കൈക്കൂലി ആരോപണങ്ങളെക്കുറിച്ചുള്ള യുഎസ് അന്വേഷണം കൂടുതൽ നിഷേധാത്മക വികാരത്തിന് ആക്കം കൂട്ടി. ഇത് അദാനിയുടെ വിപണി മൂല്യത്തിൽ കുത്തനെ ഇടിവുണ്ടാക്കി. ആരോപണങ്ങളെ തുടർന്ന് അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വില 20% വരെ കുത്തനെ ഇടിഞ്ഞു. ആരോപണങ്ങൾ തള്ളിക്കളയാൻ കമ്പനി ശ്രമിച്ചിട്ടും വ്യക്തതയില്ലായ്മയും തുടരുന്ന അന്വേഷണങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഇത് ഗണ്യമായ വിപണി മൂല്യം നഷ്ടപ്പെടുന്നതിനും അദാനി ഓഹരികളുടെ അസ്ഥിരമായ കാഴ്ചപ്പാടിനും കാരണമായി. അദാനി സ്റ്റോക്സ് ഇനി എങ്ങോട്ട്? കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അദാനി ഗ്രൂപ്പിന്റെ മുൻനിര കമ്പനിയായ അദാനി എന്റർപ്രൈസിന്റെ ഓഹരി മൂല്യത്തിൽ 20% കുത്തനെ ഇടിവ് രേഖപ്പെടുത്തി. അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് ഖനനം, ഇന്റഗ്രേറ്റഡ് റിസോഴ്സ് മാനേജ്മെന്റ്, വിമാനത്താവളങ്ങൾ, റോഡുകൾ, റെയിൽ, മെട്രോ, ജലം, ഡാറ്റാ സെന്ററുകൾ, സോളാർ നിർമ്മാണം, കൃഷി, പ്രതിരോധം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി വിവിധ സാമ്പത്തിക മേഖലകളിൽ അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പുനരുപയോഗ ഊർജ്ജ കമ്പനിയാണ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. ഇത് ഇന്ത്യൻ കമ്പനിയായ അദാനി ഗ്രൂപ്പിന്റെ ഭൂരിഭാഗവും ടോട്ടൽ എനർജീസിന്റെ ന്യൂനപക്ഷ ഉടമസ്ഥതയിലുള്ളതുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ഫോട്ടോവോൾട്ടേക് പ്ലാന്റുകളിലൊന്നായ കമുത്തി സോളാർ പവർ പ്രോജക്ട് കമ്പനി പ്രവർത്തിപ്പിക്കുന്നു. അദാനി ഗ്രീൻ എനർജി ഇപ്പോൾ ലോകത്തെ ശ്രദ്ധേയമായ പുനരുപയോഗ ഊർജ്ജ പ്രോജക്ടുകളിൽ ഒന്നാണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത മറ്റൊരു പുനരുപയോഗ ഊർജ്ജ കമ്പനിയും ഇന്ത്യയിലെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായുള്ള പങ്കാളിത്ത കരാർ നേടിയിട്ടുണ്ട്. അദാനി ഗ്രീൻ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ അവാർഡ് നേടിയതായി പ്രഖ്യാപിച്ചതും ഇത് ഏകദേശം $6 ബില്യൺ നിക്ഷേപമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ശ്രദ്ധേയമാണ്. 20 വർഷത്തിനുള്ളിൽ നികുതിക്ക് ശേഷം $2 ബില്യൺ ലാഭം പ്രതീക്ഷിക്കുന്നുവെന്നതാണ് പ്രധാനപ്പെട്ട ഫാക്ട്. എന്നാൽ അദാനി ഗ്രീൻ എനർജിയിലും 19%-ത്തിൽ കൂടുതൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കെനിയ അദാനിയുമായുള്ള പ്രധാന കരാറുകൾ റദ്ദാക്കുന്നു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ ഒരു അദാനി ഉപസ്ഥാപനവുമായുള്ള പവർ ട്രാൻസ്മിഷൻ ലൈനുകൾക്കായുള്ള $736 മില്യൺ പൊതു-സ്വകാര്യ പങ്കാളിത്ത കരാർ റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചു. നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളിൽ കമ്പനിയുടെ സത്യസന്ധതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടയിലാണ് ഈ തീരുമാനം. കെനിയയുടെ ഗതാഗത മന്ത്രാലയവും ഊർജ്ജ, പെട്രോളിയം മന്ത്രാലയങ്ങളും തമ്മിലുള്ള സഹകരണത്തെ റദ്ദാക്കൽ ബാധിക്കുന്നു. തൽഫലമായി റദ്ദാക്കിയ കരാറിന്റെ സാമ്പത്തിക ആഘാതം പ്രതിഫലിപ്പിക്കുന്ന അദാനി പവർ സ്റ്റോക്കിന് ശ്രദ്ധേയമായ ഇടിവ് നേരിട്ടു. അദാനി പവർ, അദാനി ഗ്രീൻ എനർജി, അദാനി എന്റർപ്രൈസസ്, അംബുജ സിമന്റ്സ്, NDDV, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള എല്ലാ പ്രധാന ഓഹരികളും ഗണ്യമായ ഇടിവ് നേരിടുന്നു. ശ്രദ്ധേയമായി അംബുജ സിമന്റ്സ് 14%-ത്തിൽ കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം അദാനി പവർ, അദാനി ഗ്രീൻ എനർജി, അദാനി എന്റർപ്രൈസസ് തുടങ്ങിയ ഓഹരികളും ഇടിഞ്ഞു. കെനിയയിലെ സുപ്രധാന കരാറുകൾ റദ്ദാക്കിയതും അദാനി ഗ്രൂപ്പ് കമ്പനികൾക്ക് മേലുള്ള റെഗുലേറ്ററി സൂക്ഷ്മപരിശോധനയും ഉൾപ്പെടെയുള്ള സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഇടിവ്. കൂടാതെ ഗ്രൂപ്പിന്റെ ചില അനുബന്ധ സ്ഥാപനങ്ങളുടെ സമഗ്രതയിൽ ആഗോള നിക്ഷേപകർ ആശങ്ക പ്രകടിപ്പിച്ചു. അദാനി സ്റ്റോക്കുകളിലെ ഈ വ്യാപകമായ ഇടിവ് ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തെ സാരമായി ബാധിക്കുന്നു. കൺക്ലൂഷൻ: അദാനി ഗ്രൂപ്പിന്റെ വൻകിട ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകൾ, പ്രത്യേകിച്ച് പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ എന്നിവയും തീവ്രമായ നിരീക്ഷണത്തിലാണ്. വർദ്ധിച്ചുവരുന്ന നിയമപരവും നിയന്ത്രണപരവുമായ പ്രശ്നങ്ങൾ കാരണം അദാനി സ്റ്റോക്കുകളുടെ കാഴ്ചപ്പാട് ഹ്രസ്വകാലത്തേക്ക് അനിശ്ചിതത്വത്തിലാണ്. ഈ ആശങ്കകൾ തുടരുകയാണെങ്കിൽ കൂടുതൽ ഓഹരി ഇടിവ് സാധ്യമായേക്കാം.
എന്നിരുന്നാലും ദീർഘകാലാടിസ്ഥാനത്തിൽ പുനരുപയോഗ ഊർജ്ജം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഗ്രൂപ്പിന്റെ ശക്തമായ സ്ഥാനം അതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കാനും കഴിയുമെങ്കിൽ സ്റ്റോക്കുകളിൽ ഒരു അപ്പ് മൂവ്മെന്റ് കാണുവാൻ കഴിയും. ഉടനടിയുള്ള കാഴ്ചപ്പാട് അനിശ്ചിതത്വത്തിൽ തുടരുന്നു, എന്നാൽ അദാനി ഗ്രൂപ്പിന് അതിന്റെ നിയമപരവും നിയന്ത്രണപരവുമായ തടസ്സങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ വീണ്ടെടുക്കൽ സാധ്യമാണ്. Thank you.